നല്ല മഴയാണ്, അതുകൊണ്ട് വെട്ടക്കുറവ് ഈ വീഡിയോക്ക് നല്ലപോലെ ഉണ്ട്. പുറത്ത് നല്ല ചിൽഡ് കാലാവസ്ഥയാണ്. ആ ചിൽഡ് ഇനി വീടിനകത്തേക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വിഷയം ചിൽഡല്ല, ലേശം ഹോട്ടായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പാലക്കാടുള്ള ഒരു കൗൺസിലർ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വേടനെതിരെ എൻഐക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു പരാതി അയച്ചിട്ടുണ്ട്. വേടൻ 5 വർഷം മുമ്പ് പാടിയ ഒരു പാട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരാണെന്ന രീതിയിലും പ്രധാനമന്ത്രിയെ കുറിച്ചാണെന്ന രീതിയിലുമുള്ള ഒരു ഇതിലാണ് ഇപ്പം ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീ പരാതിപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഈ വാർത്ത വന്നതിന് ശേഷം 5 വർഷം മുമ്പ് വേടൻ പാടി വെച്ച ആ പാട്ട് ഞാൻ കേൾക്കാൻ പോയി. കാരണം ഞാനത് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ഒരിടവും ഈ വരിക്കുള്ളിൽ ഈ ഒരു പേര് കണ്ടില്ല. ഇനി ഞാൻ വിട്ടുപോയതാണെന്നൊരു സംശയം കൊണ്ട് ഞാൻ അതൊന്നും കൂടെ ഒന്ന് നോക്കാൻ പോയി. അതിനകത്തും ഞാൻ കണ്ടതിനകത്ത്, ഇനി എന്റെ കണ്ടതിനുള്ള മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതിനകത്തും വേടൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. വേടൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറെ തെറ്റായ രീതികളെ ഒരു പാട്ടിന്റെ രൂപേണ എതിർപ്പിനെ, അദ്ദേഹത്തിന് ഒരു നേതൃത്വത്തോടുള്ള എതിർപ്പിനെ വ്യക്തമായ രീതിയിൽ അയാളത്തിന്റെ കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ വേടൻ എതിർക്കുന്നത് മാത്രമാണ് എനിക്ക് ആ ഗാനങ്ങളിൽ നിന്നും ആ വരികളിൽ നിന്നും കാണാൻ സാധിച്ചത്. പക്ഷെ ഇത് എവിടെയാണ് പൊള്ളിയത്, ഇത് ആർക്കാണ് പൊള്ളിയത്, കറക്റ്റ് എവിടെയാണ് കൊണ്ടതെന്ന് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കൗൺസിലർ ഒരു പരാതി കൊടുത്തപ്പോഴാണ് എനിക്കും പൊതുസമൂഹത്തിനും മനസ്സിലായത്. പൊതുസമൂഹം പിന്നെയാണ് അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനിടയായത്. കാരണം ഇവിടെ നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, വേടൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരന് ഇവിടെ വേടൻ അറിയാതെ തന്നെ നല്ല വലിയൊരു പബ്ലിസിറ്റിയാണ് ഇവർ എല്ലാവരും ചേർന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ വേടന് കേരളത്തിനകത്തൊരു നല്ലൊരു പബ്ലിസിറ്റി കിട്ടി. ഇപ്പോൾ ഈ ഒരു വിഷയം കേന്ദ്രത്തിലൊരു കേസായിട്ട് പോകുമ്പോൾ ഇനി ഇന്ത്യ എമ്പാടും, അതിന് വേണമെങ്കിൽ ലോകമെമ്പാടുമുള്ള ഒരു പബ്ലിസിറ്റിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് BJPയുടെ തന്നെ മറ്റൊരു വനിതാ നേതാവായ KP ശശികല, ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കാണാം, ആ വീഡിയോ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അവർ ഉന്നയിച്ചൊരു വാക്കുണ്ട്, അതായത് റാപ്പ് സംഗീതങ്ങളാണോ ഈ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, അല്ലെങ്കിൽ ദളിതരായ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള, എന്തിനാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എന്ന് തന്നെ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷെ അവർ പറഞ്ഞ ഒരു വാക്കിനകത്തുള്ള ചരിത്രം അറിയില്ലെങ്കിൽ ഇത്തരക്കാർ ആദ്യം ചെയ്യേണ്ടത് ചരിത്രം പഠിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ചരിത്രത്തെക്കുറിച്ച് വാചാലരാവാൻ ശ്രമിക്കുക. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നൈജീരിയയിൽ അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർ, അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നും തുടങ്ങി വെച്ച ഒരു വലിയൊരു മേഖലയാണ് ഈ റാപ്പ് സംഗീതം. ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നതും ഒരു തരം അടിച്ചമർത്തലുകൾക്കെതിരെ ധീരമായി നിലപാടെടുക്കുന്നവരുടെ, അവർ പ്രതിഷേധാത്മകമായ സംഗീതത്തിലൂടെ സൊസൈറ്റിയുടെ മുന്നിൽ അതിനെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് റാപ്പ് സംഗീതങ്ങളെ നൈജീരിയയിലുള്ള ഈ ഒരു വംശജർ അത് ഏറ്റെടുത്തിരുന്നത്. അത് ലോകമെമ്പാടും കത്തിപ്പടർന്നു. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം, സംഗീതത്തിന്റെ രാജാവെന്നും നൃത്തത്തിന്റെ കലാകാരനെന്നും പ്രതിഷേധങ്ങളുടെ രാജപുത്രൻ എന്നും വിളിക്കുന്ന സാക്ഷാൽ മൈക്കിൾ ജാക്സൺ ഈ പറയുന്ന മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ ഈ പറയുന്ന റാപ്പ് സംഗീതങ്ങളും അതുപോലെ തന്നെ റാപ്പ് സംഗീതത്തിലൂടെയുള്ള തന്റെ പ്രതിഷേധവും സമൂഹത്തിന് മുന്നിൽ അറിയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്തിനേറെ, ഈ പറയുന്ന മൈക്കിൾ ജാക്സൺ അന്തരിച്ച സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റായ ബാരക് ഒബാമ പോലും നമ്മുടെ ലോകത്തിന്റെ പകുതി കണ്ണടഞ്ഞു പോയി എന്നാണ് ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. കാരണം അത്രത്തോളം അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ തങ്ങളുടെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിലൂടെയും തങ്ങൾ ഉൾക്കൊള്ളുന്ന കലയിലൂടെയും സമൂഹത്തിന് മുന്നിലൂടെ വിളിച്ചു പറയുന്നവർക്കെതിരെ എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കുറച്ചു നാളുകൾ മുമ്പ് നമ്മൾ കണ്ടതാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാകുകയും അതിനെ സംബന്ധിച്ച് നടന്ന കോലാഹലങ്ങളും അതിനോടനുബന്ധിച്ച് അതിനെ പിന്നെയും റീസെൻസർ ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ നാട്ടിൽ ഒരു അപ്രഖ്യാപിത അടിയന്തര അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം ഒരാൾക്ക് അയാളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഈ സമൂഹത്തിന് മുന്നിൽ കാണിക്കുമ്പോൾ ഇത്തരത്തിൽ വരിഞ്ഞുകൂട്ടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ എൻഐയും അതുപോലെ തന്നെ EDയും പോലുള്ള ഏജൻസികളെ വെച്ചുകൊണ്ട് വളരെ നെറികെട്ട ഒരു രാഷ്ട്രീയം കളിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇത് സാധാരണക്കാർക്കും ഈ നാട്ടിൽ പ്രതികരിക്കണം. സാധാരണക്കാരുടെ വിഷമങ്ങളും അവർ അനുഭവിക്കുന്ന
നമ്മുടെ നാട്ടിലെ ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു സംഗീതത്തെ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അംബേദ്കർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള, ലോകം അംഗീകരിക്കുന്ന വലിയൊരു വ്യക്തി ഈ സമൂഹത്തിന് മുന്നിൽ വെച്ച ഒരു വലിയൊരു ചോദ്യമുണ്ട്. അതായത് ഈ നാട്ടിലെ ജാതി വെറിയന്മാർക്കും ഈ നാട്ടിലെ അസഹിഷ്ണുത കാണിക്കുന്ന ഈ വലിയൊരു ഫ്യൂഡൽ മാടമ്പി സമുദായത്തിന് മുന്നിൽ അദ്ദേഹം വെച്ച വലിയൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനെ ഏറ്റെടുത്ത് അതിനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒത്തിരി പേർ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. കാരണം ഇന്നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന കൊടിയ ജാതി വരി നമ്മൾ കാണുന്നതാണ് പല വിഷയങ്ങളിലായിട്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ഈഴവനായതുകൊണ്ട് മാത്രം ആ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ കീഴിൽ പണിയെടുക്കാൻ ചെന്ന ആൾ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ നമ്മൾ മീഡിയ വഴിയും മറ്റുള്ള വഴിയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒത്തിരി പേർ ഇന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് വേണം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് വരാൻ. അല്ലാതെ ഒരു വിഷയം ഉന്നയിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിനെ ഒരു രാജ്യദ്രോഹി ആക്കുന്നതിലും അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിക്കുന്നു എന്നതിന്റെ പേരിൽ എന്നെയും അതുപോലെ തന്നെ ഇഡിയും പോലുള്ള ഏജൻസികളെ വെച്ച് അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനും തമ്മിൽ എന്ത് മാന്യതയാണ് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഒരാളെ ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള പ്രചരണങ്ങളും ഇങ്ങനെയുള്ള കള്ളക്കേസുകളും കൊണ്ട് മുന്നോട്ട് വരുന്നത്? അപ്പൊ ഇതിനെതിരെ സംസാരിക്കേണ്ടത് ഇന്നാട്ടിലെ സാധാരണക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ഈ നാട്ടിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ എന്നൊക്കെ എല്ലാവരുമാണ് ഒന്നുചേരേണ്ടത്. കാരണം വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ ഗാനം കേൾക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ പല മതസ്ഥരുണ്ടാവും, പല രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ടാവും. പക്ഷെ അവർ അവിടെ ആസ്വദിക്കുന്നത് വേടന്റെ ഗാനവും വേടൻ ആലപിക്കുന്ന ഒരു ആലാപന ശൈലിയും മാത്രമാണ്. അതിനെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾ വെക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഇന്നാട്ടിലെ പുതിയ തലമുറയ്ക്കും ആ പാട്ടിനെ ആഗ്രഹിക്കുന്നവർക്കും ആ പാട്ടിനെ സ്നേഹിക്കുന്നവർക്കുമുണ്ട്. അപ്പൊ ഇനിയൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.